വിനീത, ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം, അതായത് ചെറിയ രീതിയിലുള്ള ആക്രമണമൊന്നുമല്ല അമേരിക്ക വെനസ്വേലയിൽ നടത്തിയത് എന്നുള്ളതാണ്. നിമിഷങ്ങൾക്കകം വെനസ്വേലയുടെ ഏറ്റവും തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിലെല്ലാം ആക്രമണം നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് അവിടുത്തെ പാർലമെന്റ് കെട്ടിടത്തിന് നേരെ അടക്കം ആക്രമണം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ. അതായത് വ്യോമത്താവളങ്ങൾ ആക്രമിച്ചിരിക്കുന്നു, അതോടൊപ്പം തന്നെ തുറമുഖങ്ങൾ ആക്രമിച്ചിരിക്കുന്നു. എല്ലാ തരത്തിലും വെനസ്വേലയെ സ്തബ്ധമാക്കുന്ന രീതിയിലുള്ള ആക്രമണമാണ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് ഈ തരത്തിലുള്ള ട്വീറ്റ് നടത്തിയിരിക്കുന്നതും. അത് വെനസ്വേല ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിൽ പോലും ട്രംപിന്റെ ട്വീറ്റിനെ തന്നെ നമ്മൾ ഇപ്പോൾ അത് വിശ്വാസത്തിലെടുക്കേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് തോന്നുന്നത്. മദുരോ ബന്ദിയാക്കപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ നമ്മൾ ഈ നിമിഷം വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. കാരണം പാർലമെന്റ് കെട്ടിടത്തിനടക്കം അമേരിക്ക ആക്രമണം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും അക്കാര്യത്തിലടക്കം കൂടുതൽ സ്ഥിരീകരണങ്ങൾ വരേണ്ടതുണ്ട് എന്നുള്ളതാണ്. വെനസ്വേലയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ വളരെ കുറച്ച് മാത്രമേ ഇതുവരെ വന്നിട്ടുള്ളൂ എന്നുള്ളത് കൂടി നമ്മൾ ചേർത്ത് വായിക്കണം. എന്തായാലും വലിയ രീതിയിലുള്ള ആക്രമണം നടന്നിരിക്കുന്നു. കൃത്യമായ ആസൂത്രണത്തോടു കൂടി തന്നെയാണ് അമേരിക്ക ഇക്കാര്യത്തിൽ ഒരു നടപടി സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. നേരത്തെ തന്നെ വർഷങ്ങളായി നമുക്കറിയാം, ഹ്യൂഗോ ഷാവേസിന്റെ കാലം തൊട്ട് തന്നെ ഈ തരത്തിലുള്ള വലിയ ആക്രമണം അല്ലെങ്കിൽ ആക്രമണത്തിന് പദ്ധതി അമേരിക്ക വെനസ്വേലയിൽ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതായിരുന്നു. പക്ഷേ ഹ്യൂഗോ ഷാവേസിന്റെ കാലത്തിൽ ഇത്തരത്തിലൊരു സൈനിക നടപടിക്ക് അമേരിക്കയ്ക്ക് ധൈര്യമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ അക്കാലത്ത് വെനസ്വേലയ്ക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക അഭിവൃദ്ധിയും ഉണ്ടായിരുന്നു. അതിനെ തകർക്കുക കൂടിയായിരുന്നു കൃത്യമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് അമേരിക്ക ചെയ്തത്. അങ്ങനെ വെനസ്വേലയിൽ ഈ ഇടത് സർക്കാരിനെതിരെ കൃത്യമായ ഒരു ജനവിരുദ്ധ വികാരമുണ്ടാക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചു. ആ വികാരത്തിന്റെ പുറത്താണ് കഴിഞ്ഞ തവണ വളരെ കഷ്ടിച്ച് മാത്രമാണ് മദുരയ്ക്ക് ജയിക്കാൻ സാധിച്ചത്. ആ ജയം ലീഗലല്ല എന്നുള്ള രീതിയിൽ ആഗോളതലത്തിൽ തന്നെ ഒരു അഭിപ്രായ രൂപീകരണത്തിനും അമേരിക്കയ്ക്ക് സാധിക്കുകയുണ്ടായി. അതിന്റെ തൊട്ടു പിന്നാലെ ഖത്തറടക്കമുള്ള രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ വിവിധ രീതിയിലുള്ള മധ്യസ്ഥ ശ്രമങ്ങൾ പലതരത്തിൽ നടന്നു. പക്ഷേ അതൊന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ ശീതയുദ്ധത്തിനോ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ഒരു സംഘർഷാവസ്ഥയ്ക്കോ കുറയ്ക്കാൻ സാധിച്ചില്ല. പക്ഷേ ഈ തരത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിഷേധം അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള സമ്മർദ്ദം നേരിട്ട സമയത്ത് കഴിഞ്ഞ ദിവസത്തിൽ മദുരോ സർക്കാർ പലതരത്തിലുള്ള സമവായ നീക്കങ്ങൾ രാജ്യത്തിനകത്ത് നടത്തിയിരുന്നു. ഈ തരത്തിൽ മദുരോ അധികാരമേറ്റതിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധം രാജ്യത്തുണ്ടായിരുന്നു. നിരവധി പേരെ രാഷ്ട്രീയ തടവുകാരായി ജയിലിൽ അടച്ചിരുന്നു. അത്തരത്തിൽ 2 തവണയായി 200ഓളം പേരെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു നീക്കങ്ങളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാവണം മദുരോ സർക്കാർ മോചിപ്പിച്ചത്. പക്ഷേ ആ തരത്തിലുള്ള ഒരു നടപടികൾക്കും അമേരിക്ക ട്രംപിന്റെ തീരുമാനത്തെ മാറ്റാനായില്ല എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു തുറമുഖത്തെ ആക്രമിക്കുന്നു. അത് മദുരോയ്ക്ക് ഉള്ള മുന്നറിയിപ്പായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ തരത്തിൽ ഒരു വലിയ രീതിയിലുള്ള ആക്രമണം നടക്കുന്നത്. ഇപ്പോൾ പുറത്തു വന്ന കണക്കനുസരിച്ച് തന്നെ 13 ഇടങ്ങളിൽ, ഏറ്റവും തന്ത്രപ്രധാനമായ 13 ഇടങ്ങളിൽ ആക്രമണം നടത്തിയെന്നുള്ളതിന്റെ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ വെനസ്വേല ആരോപിക്കുന്നത് ഇത്തരത്തിലുള്ള സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയോ അല്ലെങ്കിൽ വിമാനത്താവളങ്ങൾക്ക് നേരെയും മാത്രമല്ല ആക്രമണം ഉണ്ടായിട്ടുള്ളത്, ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെയും അമേരിക്കയുടെ ആക്രമണം ഉണ്ടായി എന്ന് വെനസ്വേല ആരോപിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ എല്ലാം കൃത്യമായ വിവരങ്ങൾ പുറത്തു വരുന്നേ ഉള്ളൂ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, മേഖലയിൽ സംഘർഷം അതീവ തീവ്രമായ സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ വെനസ്വേലയെ കടന്നാക്രമിച്ചിരിക്കുകയാണ് അമേരിക്കൻ ഭരണകൂടം എന്നതാണ്. പ്രസിഡന്റ് നിക്കോളാസ് മഡ്യൂറോയെയും ഭാര്യയെയും അവിടെ രാജ്യത്ത് നിന്ന് കടത്തിക്കൊണ്ടുപോയി എന്ന് പറയുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ. ഇപ്പോൾ കൊളംബിയൻ പ്രസിഡന്റ് ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെടുന്നു, വിഷയത്തിൽ ഇടപെടണം എന്നാവശ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇറാൻ വെനസ്വേലയ്ക്ക് പിന്തുണയുമായി രംഗത്തെത്തുന്നു. കൂടുതൽ ലോകരാജ്യങ്ങൾ ആക്രമണത്തെ അപലപിച്ചുകൊണ്ടെത്തുകയാണ്. ക്യൂബയെ പോലുള്ള രാജ്യങ്ങൾ കൂടി വെനസ്വേലയ്ക്ക് പിന്തുണയുമായി എത്തുന്നു. മയക്കുമരുന്ന് കടത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ്, മയക്കുമരുന്ന് മാഫിയക്കെതിരായ പോരാട്ടം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് രൂക്ഷമായ ആക്രമണം, ഈ സൈനിക നടപടി ഒക്കെ തന്നെയും തുടങ്ങിയിരിക്കുന്നത്. സായ്കുമാറിലേക്ക് കൂടി പോയാൽ സായ്കുമാർ യുദ്ധഭീതി എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഇത് ആസൂത്രണം ചെയ്തുള്ള ഒരു ആക്രമണം മാത്രമല്ല, പുലർച്ചെയാണ്, അർദ്ധരാത്രി പിന്നിട്ട ശേഷമാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. വെനസ്വേലയുടെ തലസ്ഥാന നഗരത്ത് മുഴുവൻ ഏതാണ്ട് അരമണിക്കൂറിലധികം നീണ്ടുനിന്ന തുടർച്ചയായ മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടായി എന്നാണ് ഇപ്പോൾ പറയുന്നത്. ചില ദൃശ്യങ്ങളും ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. അതിന്റെ സ്ഥിരീകരണം നമുക്ക് ലഭ്യമല്ല. ആ ദൃശ്യങ്ങൾ ആധികാരികമാണോ എന്നറിയില്ല. പക്ഷേ എങ്കിൽ പോലും അരമണിക്കൂറിലധികം നീണ്ടു നിന്നു ഈ മിസൈൽ ആക്രമണങ്ങൾ എന്നാണ് വെനസ്വേലൻ ഭരണകൂടം തന്നെ സ്ഥിരീകരിക്കുന്നത്. തീർച്ചയായും വിനീത, വെനസ്വേലയിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിലേക്കെല്ലാം അമേരിക്ക ആക്രമണം നടത്തി എന്നുള്ളൊരു വിവരമാണ് വരുന്നത്. ഏറ്റവും പ്രധാനം സൈനിക സമുച്ചയമായ ഫോർട്ടെ ട്യൂണിലടക്കം ആക്രമണം ഉണ്ടായി
എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് വരുന്നത്. അതോടൊപ്പം തന്നെ എൽ ഹാറ്റ്ലോയിലെ വിമാനത്താവളം, ബാർക്കിസിമെറ്റോയിലെ F-16 ബേസ് നമ്പർ 3, കാരക്കാസിനടുത്തുള്ള ചരല്ലാവേലയിലെ സ്വകാര്യ വിമാനത്താവളം, ഇങ്ങനെ വിമാനത്താവളങ്ങൾ, തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങൾ, ഇവിടങ്ങളിലെല്ലാം ആക്രമണം നടത്തുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇതിലൊരു ക്രിമിനൽ സ്വഭാവമുള്ള ആക്രമണം എന്ന് ഇപ്പോൾ ക്യൂബ അടക്കമുള്ള രാജ്യങ്ങൾ കുറ്റപ്പെടുത്തുന്നത്. മറ്റ് രാജ്യങ്ങളും സംഘടനകളും എല്ലാം ഇപ്പോൾ അമേരിക്കക്കെതിരെ നിശിതമായിട്ടുള്ള വിമർശനവുമായി രംഗത്ത് വരുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നിപ്പോൾ CPIMന്റെ ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറങ്ങിയിട്ടുണ്ട്. അമേരിക്ക ഈ കടന്നാക്രമണം അവസാനിപ്പിക്കണം എന്നത് സംബന്ധിച്ച്. അതോടൊപ്പം ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളും അമേരിക്കക്കെതിരെ നിശിതമായിട്ടുള്ള വിമർശനം മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ ആയുധം താഴെ വെക്കാൻ അമേരിക്ക തയ്യാറാകുന്നില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകളിൽ അത് കൃത്യമായിട്ടുണ്ട്. തങ്ങൾ വെനസ്വേലയിൽ ഒരാക്രമണം നടത്തി, അവിടുത്തെ ഭരണാധികാരിയും ഭാര്യയും ഇപ്പോൾ തങ്ങളുടെ കസ്റ്റഡിയിലാണുള്ളത്. ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറയാൻ കഴിയില്ല. അവിടുത്തെ ഏകദേശം 11 മണിയോടുകൂടി ഒരു വാർത്താ സമ്മേളനം മാധ്യമങ്ങളെ കാണും എന്നാണ് ട്രംപ് ഏറ്റവും ഒടുവിൽ അറിയിച്ചിട്ടുള്ളത്. ആ വാർത്താ സമ്മേളനത്തിലായിരിക്കും എന്തൊക്കെ ആക്രമണങ്ങൾ, എന്തൊക്കെ നീക്കങ്ങൾ ഇപ്പോൾ അവിടെ നടത്തിയെന്ന് അമേരിക്ക വ്യക്തമാക്കുക. മയക്കുമരുന്ന് മാഫിയക്കെതിരായിട്ടുള്ള ഒരു യുദ്ധം എന്ന രീതിയിലാണ് അമേരിക്ക ഇതിനെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ആ പേര് പറഞ്ഞുകൊണ്ടാണ് വെനസ്വേലയിലെ തന്ത്രപ്രധാനമായിട്ടുള്ള കേന്ദ്രങ്ങളിലേക്കെല്ലാം അമേരിക്ക ഇപ്പോൾ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നാണ് ലഭ്യമാകുന്ന വിവരം. വെനസ്വേലയെ ശക്തമായതിനെ പ്രതിരോധിക്കുന്നു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. കാരക്കാസിലെ, അതായത് വെനസ്വേലിയൻ തലസ്ഥാനത്തെ പ്രധാന സൈനിക താവളങ്ങളിലൊക്കെ തന്നെയും വ്യോമത്താവളങ്ങളിലൊക്കെ തന്നെയും ആക്രമണം ഉണ്ടായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൊളംബിയൻ പ്രസിഡന്റ് പുറത്തുവിട്ട വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഇതിൽ ഏറ്റവും നിർണായകം എന്ന് പറയുന്നത് എൽ ഹാറ്റ്ലോയിലെ വിമാനത്താവളം ആക്രമിച്ചിരിക്കുന്നു, ഏറ്റവും പ്രധാനമായി. ഒപ്പം ലാ കാർലോട്ട വ്യോമത്താവളം ആക്രമിച്ചിരിക്കുന്നു. കാറ്റിയയിലെ കോർട്ടർ ഡി ലാ മൊണ്ടാന ആക്രമിച്ചിരിക്കുന്നു. അങ്ങനെ പ്രധാന സൈനിക സമുച്ചയമായ, അതായത് അവരുടെ മിലിറ്ററി ആസ്ഥാനമായിട്ടുള്ള ഇടങ്ങളിൽ കൂടി, ഫ്യൂട്ടെ ടിയൂണ പോലുള്ള സ്ഥലങ്ങളിൽ കൂടി ഏതാണ്ട് തകർത്ത് തരിപ്പണമാക്കുന്ന രീതിയിലുള്ള രൂക്ഷമായ ആക്രമണം ഉണ്ടായി എന്നാണ് കൊളംബിയൻ പ്രസിഡന്റ് നൽകുന്ന വിവരങ്ങൾ. തീർച്ചയായും അത് തന്നെയാണ്. എൽ ഹാറ്റ്ലോയിലെ വിമാനത്താവളം, ബാർക്കിസിമെറ്റോയിലെ F-16 ബേസ് നമ്പർ 3, കാരക്കാസിനടുത്തുള്ള ചരല്ലാവേയിലെ സ്വകാര്യ വിമാനത്താവളം, ഇവിടങ്ങളിലെല്ലാം ഇപ്പോൾ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഹിഗ്യൂറോട്ടിലെ സൈനിക ഹെലികോപ്റ്റർ താവളം, ഏതൊക്കെ സന്നാഹങ്ങൾ വെനസ്വേലയിലുണ്ടോ അതൊക്കെ തിരഞ്ഞു പിടിച്ച് അമേരിക്ക ആക്രമിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. 2000 മുതൽ തന്നെ പലയിടങ്ങളിൽ അമേരിക്ക ഇത്തരത്തിലുള്ള ആക്രമണം നടത്തുന്നത് അത് പെട്ടെന്ന് നടത്തുന്ന ആക്രമണമല്ല. നേരത്തെ തന്നെ തയ്യാറെടുത്ത് സൈനികരെ തയ്യാറാക്കി നിർത്തിക്കൊണ്ട് തന്നെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നടത്തുന്ന ആക്രമണമാണ്. ഇപ്പോൾ വെനസ്വേലയിൽ അമേരിക്ക പയറ്റിയ തന്ത്രങ്ങളും അതുതന്നെയാണ്. ഒന്ന് അനങ്ങാൻ പോലും ആകാതെ പൂർണ്ണമായും വെനസ്വേലയെ നിശ്ചലമാക്കാൻ, അവരുടെ പക്കലുള്ള പ്രധാനപ്പെട്ട ശക്തി സ്രോതസ്സുകളെ നശിപ്പിക്കുക. അതോടൊപ്പം തന്നെ ഇപ്പോൾ സാധാരണക്കാരായ സിവിലിയനുകൾക്ക് നേരെ പോലും ആക്രമണം നടന്നു എന്ന ഒരു വിമർശനം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ അവരുടെ തന്നെ പ്രതിരോധ മന്ത്രാലയം പറയുന്നത് സാധാരണക്കാർക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ്. എന്തായാലും ഇപ്പോൾ ഏറ്റവും സുപ്രധാനമായ കാര്യം വെനസ്വേലയെ പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കി എന്ന അവകാശവാദമാണ് അമേരിക്ക മുന്നോട്ട് വെക്കുന്നത്. അവരുടെ പ്രസിഡന്റ് നിക്കോളാസ് മദുറോയെയും ഭാര്യയെയും ഇപ്പോൾ രാജ്യത്ത് നിന്ന് അമേരിക്കയിലേക്ക് ബന്ദിയാക്കി കൊണ്ടുവന്നു എന്ന ഒരു അവകാശവാദം ഉന്നയിക്കുമ്പോൾ സ്ഥിതിഗതികൾ അങ്ങേയറ്റം ഗൗരവതരമാവുകയാണ്. അതുകൊണ്ടാണ് ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ നിശിതമായിട്ടുള്ള വിമർശനം അമേരിക്കക്കെതിരെ ഉന്നയിക്കുന്നത്. ഇപ്പോൾ കൊളംബിയൻ പ്രസിഡന്റ് തന്നെ അവിടെയുള്ള ആക്രമണം നടന്ന സ്ഥലങ്ങളുടെ പട്ടിക പുറത്തുവിടുന്നു. എന്തായാലും ഒരു യുദ്ധഭീതിയിൽ എന്നതിനപ്പുറം ഒരു യുദ്ധത്തിന്റെ മുഴുവൻ പ്രതീതിയുമുള്ള രാജ്യമായി ഇപ്പോൾ വെനസ്വേല മാറിയിരിക്കുന്നു. അമേരിക്ക അവരുടെ സർവ്വശക്തിയും ഉപയോഗിച്ച് വെനസ്വേലയെ ആക്രമിക്കുകയാണ്. തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ, വിമാനത്താവളങ്ങൾ, സൈനിക കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം ഇപ്പോൾ ആക്രമണം നടന്നു എന്ന റിപ്പോർട്ടുകളാണ് വിനീത പുറത്തു വരുന്നത്. ഇപ്പോൾ എന്തായാലും മറ്റ് രാജ്യങ്ങൾ അവരവരുടെ പൗരന്മാർക്ക് കൂടി നിർദ്ദേശങ്ങൾ നൽകുന്നു. സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണം. വെനസ്വേലയിലുള്ള മറ്റ് രാജ്യങ്ങളിലെ പൗരന്മാർ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണം. അതോടൊപ്പം തന്നെ ഇനി ആരും ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ വെനസ്വേലയിലേക്ക് പോകരുത് എന്ന ഒരു നിർദ്ദേശം കൂടി നൽകുന്നുണ്ട്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാർലമെന്റ് മന്ദിരം, സൈനിക താവളം, വിമാനത്താവളങ്ങൾ എന്നിങ്ങനെ ഏറ്റവും സുപ്രധാനമായ കേന്ദ്രങ്ങളിലേക്കാണ് ഇപ്പോൾ അമേരിക്ക ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നാണ്. നേരത്തെ പലതരത്തിലുള്ള ഉപരോധങ്ങൾ മൂലം സാമ്പത്തികമായി വെനസ്വേലയെ ഞെരുക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ആയുധം ഉപയോഗിച്ചുള്ള ഒരാക്രമണം ഉണ്ടാകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം വെനസ്വേലയെ ചൂണ്ടി അമേരിക്ക കഴിഞ്ഞ കുറെ നാളുകളായി മുന്നോട്ട് വെക്കുന്നത് ആഗോളതലത്തിൽ തന്നെ മയക്കുമരുന്ന് മാഫിയയുടെ ഒരു
ഹബ്ബാണ് വെനസ്വല എന്നാണ്. അത് തങ്ങൾ അവസാനിപ്പിക്കുമെന്നുള്ള മുന്നറിയിപ്പും ഭീഷണിയുമൊക്കെ നേരത്തെ തന്നെ അമേരിക്ക നടത്തിയിരുന്നു. ഇന്നിപ്പോൾ 7 ഇടങ്ങളിൽ ഒരു സ്ഫോടനം നടക്കുമ്പോൾ അതും മയക്കുമരുന്ന് മാഫിയക്കെതിരായ ഒരു യുദ്ധം എന്ന രീതിയിലാണ് ആദ്യം അമേരിക്ക അവകാശപ്പെട്ടത്. പക്ഷേ വെനസ്വല പറഞ്ഞത് അവരുടെ പരമാധികാരത്തിന് മേലുള്ളൊരു കടന്നുകയറ്റം എന്ന രീതിയിലാണ് അവർ ആദ്യം അതിനെ പ്രതിരോധിച്ചത്. ദേശീയ അടിയന്തരാവസ്ഥയടക്കം പ്രഖ്യാപിച്ചുകൊണ്ടാണ് അതിനെ നേരിടാൻ അവർ ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ തന്നെയാണ് ആദ്യഘട്ടത്തിൽ റിപ്പോർട്ടുകൾ വന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ. സ്ഥിതിഗതികൾ അങ്ങേയറ്റം സങ്കീർണമാണ്. അവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം ആക്രമണം നടത്തുകയും അവിടുത്തെ ഭരണാധികാരിയെ തന്നെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ടുപോയി എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്.